താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ എന്നുള്ള അവസ്ഥയിലാണ് അവരിപ്പോഴുള്ളത്. കാരണം 2009 അവർ ഈ കോടതി ഉണ്ടാക്കുന്ന സമയത്ത് ഒരിക്കലും അവർ ഈ അവസ്ഥയിലേക്ക് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല. അന്ന് നിരവധി ആളുകളെയാണ് ഈ കോടതിയുടെ വിധി പ്രകാരം തൂക്കിക്കൊല്ലുകയും മറ്റുമൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ ബംഗ്ലാദേശിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ബംഗ്ലാദേശ് ഇപ്പോൾ നമുക്കറിയാം വളരെ ദരിദ്രമായ ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് നടക്കുന്ന കലാപങ്ങൾ ആ രാജ്യത്തെ വീണ്ടും ദരിദ്രമാക്കുന്നു, വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയിലെത്തുന്നു. ഇപ്പോൾ നമ്മൾ മനുഷ്യന്മാരാണല്ലോ എല്ലാ നാട്ടിലുള്ളത്. ആ ഒരവസ്ഥ എന്ന് പറയുമ്പോൾ അന്ന് 1400 ആളുകളാണ് കൊല്ലപ്പെട്ടത്, പരിക്കേറ്റവർ അതിലേറെയുണ്ട്. അപ്പം ആ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥ. അതിനെ എങ്ങനെയാണ് ഭരണകൂടം ആ ഒരു കലാപത്തെ നേരിട്ടത് എന്നുള്ളതാണല്ലോ വിഷയം. ആ ഭരണകൂടം നേരിട്ട രീതി നമുക്ക് നോക്കണം. അപ്പോൾ ഒരു സമരം ഉണ്ടാകുമ്പോൾ ആ സമരത്തെ എങ്ങനെയാണ് പക്വതയോടുകൂടി ഒരു ഭരണാധികാരി നേരിടേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ഭരണാധികാരി നേരിട്ടത് എങ്ങനെയാണ്? ജൂലൈ 14 ഈ ഷെയ്ഖ് ഹസീന ഒരു വാർത്താസമ്മേളനം നടത്തുന്നു. വാർത്താസമ്മേളനത്തിൽ അവർ പറഞ്ഞ വാക്കുകളാണ് ഈ പ്രക്ഷോഭകാരികളെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത്. അവർ പാക് അനുകൂലികളാണ് എന്നാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം. അതാണ് ഇവരെ വല്ലാതെ പ്രകോപിപ്പിക്കുകയും തൊട്ടുടനെ തന്നെ ഇവർ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് പോവുകയും ചെയ്തത്. അത് പിന്നീട് ആളിപ്പടരുകയും ഒക്കെ ചെയ്തു. പിന്നെ ഇവർക്കെതിരെയുള്ള വലിയ കുറ്റങ്ങൾ, ഇപ്പോൾ ഷീത തന്നെ സൂചിപ്പിച്ചു, 5 കുറ്റങ്ങൾ തെളിഞ്ഞു എന്ന് പറഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കൊലപാതകത്തിനുള്ള ആഹ്വാനമാണ്, വെടിവെക്കാനുള്ള ആഹ്വാനമാണ്. ഈ വെടിവെക്കാനുള്ള ആഹ്വാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ രേഖാപരമായൊരു ആഹ്വാനം പോലുമല്ല. അത് നേരിടണമെന്നുള്ള ആഹ്വാനത്തിനോട് അപ്പുറം ഈ അൽ ജസീറയൊക്കെ ഇൻവെസ്റ്റിഗേഷനിലൂടെ കൊണ്ടുവന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഇവർ അവിടുത്തെ ധാക്ക സൗത്ത് മേയർക്ക് അയച്ച ഒരു ഓഡിയോ സന്ദേശം പറയുന്നുണ്ട്. ആ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത് എവിടെ കണ്ടാലും വെടിവെച്ചേക്ക് എന്നാണ് അവർ ആ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത്. അപ്പോൾ അത്രത്തോളം ഈ പ്രക്ഷോഭകാരികളോട് വളരെ അസഹിഷ്ണുതമായി പെരുമാറുകയും ഒപ്പം വെടിവെച്ച് തന്നെ ഇത് തീർക്കാം എന്ന് തീരുമാനിക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ ഇവർ ഭയങ്കര മന്യയായി സംസാരിക്കുന്നുണ്ട്. അതായത് ഈ പാർലമെൻറ്റിലേക്ക് ആക്രമണം നടത്തുമ്പോൾ, ഔദ്യോഗിക സ്ഥാപനങ്ങളിലേക്ക് ഇതൊന്നും എൻ്റെ സ്ഥാപനങ്ങളല്ല, എൻ്റെ സ്വന്തം സ്വത്തല്ല, നേരെ മറിച്ച് ഇത് രാഷ്ട്രത്തിൻ്റെ സ്വത്താണ്, അത് നിങ്ങൾ നശിപ്പിക്കരുത് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ ഇവർ ചെയ്യുന്നത് എന്താണ്? ഈ പ്രക്ഷോഭത്തിൻ്റെ കാരണം എന്താണ്? ഈ കോട്ട റിഫോംസ് ആണല്ലോ. അതായത് 71 യുദ്ധത്തിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കെടുത്തു എന്ന് അവരുടെ പിൻഗാമികളായ ആളുകൾക്ക് 30% സംവരണം എന്ന് പറയുന്നത് മറ്റുള്ളവരെ വലിയ രീതിയിൽ ബാധിക്കുന്നതാണ്. അവർക്ക് ജോലിക്കുള്ള അവസരം തന്നെ പൂർണ്ണമായി ഇല്ലാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം അവർ അവാമി ലീഗുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മാത്രം ജോലി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായാണ് അവർ ഇത്തരമൊരു കോട്ട റിഫോമിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അത് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ നേപ്പാളിലുണ്ടായ പ്രക്ഷോഭമൊക്കെ ഏകദേശം അതുപോലെ തന്നെയാണ്. അപ്പോൾ അതൊരിക്കലും ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതിനെ ആ രീതിയിൽ, അവരുടെ ആവശ്യത്തെ ആ രീതിയിൽ പരിഹരിക്കാതെ, അത് ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോവുകയും നേരിട്ട് വെടിവെച്ചോളാൻ പറയുകയും ചെയ്യുന്ന ഒരു ഭരണാധികാരി, അത് സ്വാഭാവികമായും ഇപ്പോൾ ഇവരുണ്ടാക്കിയ ഈ പറഞ്ഞ പോലെ ഒരു കങ്കാരു കോടതിയാണെങ്കിൽ തന്നെയും അവരുടെ കണ്ടെത്തലുകളെ നമുക്ക് തെറ്റാണെന്ന് പറയാനാവില്ല. കാരണം നമ്മൾ നേരിട്ട് കാണുന്നതാണ്. ഒരു ഭരണാധികാരി ഒരു പ്രക്ഷോഭം നടക്കുമ്പോൾ അതിനെങ്ങനെ നേരിടണമെന്ന് അറിയാതെ, അറിഞ്ഞിട്ടും അതിനെതിരെ അവരുടെ മനസാക്ഷിക്കെതിരെ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വലിയ മോശം കാര്യമാണ്. കാരണം 32 കുട്ടികളാണ് ഇത് മരിച്ചത് എന്നാണ് UN-ൻ്റെ റിപ്പോർട്ടിലുള്ളത്. അതിലേറെ കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രക്ഷോഭം നടത്തിയതിൻ്റെ പേരിൽ ഇത്രയും ആളുകളെ കൊല്ലുക എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാത്ത കാര്യമാണ്. ഇത് ഭരണാധികാരികൾക്കുള്ള ഒരു പാഠമാണ്. അപ്പോൾ അവർക്ക് ഇന്ത്യ അഭയം കൊടുക്കുന്നുണ്ട്. ഇന്ത്യ അഭയം കൊടുക്കുന്നതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇങ്ങനെ ഒരു നാട്ടിൽ ഈ രീതിയിലുള്ള ഒരു കുറ്റകൃത്യം ചെയ്ത ഒരു ഭരണകൂട ഭീകരത നടത്തിയ ഒരു അവർക്ക് ഇങ്ങനെ അഭയം കൊടുക്കേണ്ടതിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അജിംസ് പറഞ്ഞ പോലെ ഈ ഇന്ത്യ എത്രത്തോളം കാലം അവർക്ക് അഭയം കൊടുക്കുന്നു അത്രത്തോളം കാലം അവർ രക്ഷപ്പെട്ടിരിക്കും. പക്ഷേ അവിടെ അവാമി ലീഗിൻ്റെ പ്രവർത്തകർ ഒരുപാടുണ്ട്. ഇനി സ്വാഭാവികമായും അവർ പ്രക്ഷോഭത്തിലേക്ക് എന്നാണ് ഇപ്പോൾ നിലവിലുള്ള ഇടക്കാല സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇവർ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ അത് വീണ്ടും ഒരു കലാപത്തിലേക്ക് എത്തും. അപ്പോൾ സ്വാഭാവികമായും അവിടെ ബംഗ്ലാദേശിൽ കാണുന്നത് ഇത്തരം പ്രക്ഷോഭങ്ങളൊക്കെ അക്രമാസക്തമാകുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഇടക്കാല സർക്കാർ ഒരുപക്ഷെ വെടിവെക്കേണ്ടി വരും. അപ്പം നടക്കാൻ പോകുന്നത് വീണ്ടും ഒരു കൂട്ടക്കൊലയാണ്. അങ്ങനെ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഏത് കാലത്തും ഇതേ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഷെയ്ഖ് ഹസീനയുടെ വധശിക്ഷ ഇപ്പോൾ അടുത്തൊന്നും നടപ്പിലാകാൻ പോകുന്നില്ല. പക്ഷേ ബംഗ്ലാദേശിൽ ഇനിയും ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കും.